മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അരിയൊന്നും നമ്മൾ കുതിർക്കുകയോ അരയ്ക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ബൺദോശയുടെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഞാൻ ഈ കപ്പിന് ഒരു 1.5 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റവ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളവും ഞാൻ അതേ കപ്പിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഉടനെ വേണമെങ്കിൽ അടിച്ചെടുക്കാം. ഞാനൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്നതായ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ ഈ കൊച്ചു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആ റവ നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കാവൂ, നോക്കിയിട്ടൊക്കെ ചെയ്യാവൂ കേട്ടോ. അപ്പോൾ ഇതാ ഈ പരുവത്തിൽ ഞാനൊന്ന് റവ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് ഒന്ന് പൊട്ടിക്കുക. 1 ടീസ്പൂണ് ഉഴുന്നുപരിപ്പ് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്നതായ ചെറിയ ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, കുറച്ച് കറി ലീഫ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് വഴന്നൊന്നും പോകണ്ട. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ്, ക്യാപ്സിക്കം അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ ഞാനിതൊന്നും ചേർക്കുന്നില്ലെന്ന് മാത്രം. എനിക്കിങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് നമ്മുടെ മാവിലേക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മാവിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മാവൊന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിതുവരെ മാവിൽ ഉപ്പ് ഇട്ടിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ബേക്കിംഗ് സോഡ വേണ്ടാന്നുള്ളവർ 1-2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാലും മതിയാവും. പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് ഞാനിത്തിരി ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നതായ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയില വഴറ്റിയെടുക്കരുത്, അല്ലാതെ തന്നെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒരു ചെറിയ പാനിൽ നമ്മൾ താളിപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാനാണ് എടുത്ത്. ഇത് ഇച്ചിരി പരന്നിരിക്കുക കേട്ടോ. പക്ഷേ ഇച്ചിരി കൂടെ ഒന്ന് കുടുവനായിട്ടുള്ളതാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. പക്ഷേ തീ നല്ലതുപോലെ കുറച്ച് വയ്ക്കാം. നല്ലപോലെ സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു 2 മിനിറ്റ് ഇരിക്കുമ്പോൾ 2 ഭാഗവും നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടും. കണ്ടോ, നല്ല രസം, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്, കഴിക്കാൻ അതുപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻ്റൊക്കെ കാണുമ്പോൾ, അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോഴാണ് ഒന്നുകൂടെ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം എനിക്കുണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ പൂർണ്ണമായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അപ്പോൾ അതാ നമുക്കിതൊന്ന് ഇനി മറിച്ചിട്ട് കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്നും ദോശയും ഇഡ്ഡലി അങ്ങനെ ആവാതെ മാറി മാറി ഓരോ ഐറ്റം നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും. കണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ ചട്നി അല്ലെങ്കിൽ കാര ചട്നി എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് വെച്ച്
പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ട് കാരച്ചട്നി അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ. ടൊമാറ്റോയാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേ സമയം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും